ഒരു റോബോട്ടിൻ്റെ ഹാർട്ടാണ് പവർ സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത്. ഒരു റോബോട്ടിൻ്റെ സെൻസേഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ മൈക്രോ കൺട്രോളർ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ മോട്ടോഴ്സ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും, എല്ലാ കാര്യങ്ങൾക്കും അതിന് എനർജി കൊടുക്കുന്നത് ആ ഒരു റോബോട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന അതിൻ്റെ പവർ സോഴ്സ് ആയിരിക്കും. എല്ലാ റോബോട്ടുകളെയും നമുക്ക് ഒരേ രീതിയിൽ പവർ ചെയ്യാൻ പറ്റത്തില്ല. ആ റോബോട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസും മോട്ടോഴ്സും ബാക്കി കാര്യങ്ങളും അതിൻ്റെ എനർജി റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണം നമ്മൾ ഓരോ റോബോട്ടിനെയും പവർ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റോബോട്ടിക്സ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സർക്യൂട്ടിന് പവർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. തെറ്റായിട്ട് നമ്മൾ പവർ കൊടുക്കുകയാണെങ്കിൽ ആ റോബോട്ട് മുഴുവനായിട്ട് അടിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. നിങ്ങൾ അത്രയും നേരം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത ആ ഒരു എഫേർട്ട് എല്ലാം വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു റോബോട്ടിന് അല്ലെങ്കിൽ നമ്മളൊരു സർക്യൂട്ടിന് വേണ്ടിയിട്ട് എങ്ങനെ പവർ കൊടുക്കാം എന്നുള്ളതായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് റോബോട്ടുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് പവർ സോഴ്സസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത് നമുക്ക് എല്ലാവർക്കും പരിചയമാണ് ബാറ്ററീസ്. നമുക്ക് 9 വോൾട്ട് ബാറ്ററി ഉണ്ട്, AA ബാറ്ററി ഉണ്ട്, AAA ബാറ്ററി ഉണ്ട്, ലിഥിയം പോളിമർ ബാറ്ററി ഉണ്ട്, ഇങ്ങനെ പല ടൈപ്പ് ബാറ്ററീസ് ഉണ്ട് അല്ലേ. സോ ഒരു പോർട്ടബിൾ പവർ സൊല്യൂഷനാണ് ഈ ബാറ്ററി എന്ന് പറയുന്നത്. പിന്നെ പവർ അഡാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്കറിയാം 9 വോൾട്ടിൻ്റെ പവർ അഡാപ്റ്റേഴ്സ് ഉണ്ട്, 12 വോൾട്ടിൻ്റെ പവർ അഡാപ്റ്റേഴ്സ് ഉണ്ട്, ഇങ്ങനെ പല വോൾട്ടേജ് തരുന്ന പവർ അഡാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് റോബോട്ട് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത്, ഇൻഡോറിലൊക്കെ വെച്ചിട്ട് റോബോട്ട് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ സോഴ്സാണ് പവർ അഡാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ സോളാർ പവർ ഉണ്ട്. ഇപ്പോൾ ചില റോബോട്ടിൻ്റെയൊക്കെ മുകളിൽ ചെറിയ സോളാർ പാനൽ വെച്ചിട്ട് വേണമെങ്കിൽ സോളാർ ലൈറ്റിൽ നിന്ന് എനർജി എടുത്ത് അതിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്ക് റോബോട്ടിനെ പവർ ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്യൂവൽ സെൽസ് ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ഈ DIY പ്രോജക്ട്സിനോ അതുപോലെ തന്നെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന റോബോട്ടുകൾക്കൊന്നും അത് യൂസ് ചെയ്യില്ല. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഹൈ എനർജി ആവശ്യമുള്ള റോബോട്ടുകൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റോബോട്ടുകൾക്ക് യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് അല്ലേ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോർട്ടബിൾ ആണ്. സോ ഇതിന് വേറെ കേബിളൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു റോബോട്ടിൻ്റെ പുറത്ത് തന്നെ ബാറ്ററി വെക്കുകയാണെങ്കിൽ റോബോട്ടിന് എവിടെ വേണം പോകാൻ പറ്റും, വേറെ ലിമിറ്റേഷൻസ് ഇല്ല. പക്ഷെ നമുക്കറിയാം ഈ ബാറ്ററീസ് ചൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ റോബോട്ടിന് വേണ്ടി ബാറ്ററി വാങ്ങാൻ പോകുന്ന സമയത്ത് ബാറ്ററിയുടെ പുറത്ത് ഒരുപാട് സ്പെസിഫിക്കേഷൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. സോ അതിൽ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. 1 വോൾട്ടേജ്, 2 കറണ്ട്, 3 കപ്പാസിറ്റി. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ബാറ്ററിയിൽ നിന്നും പോകുന്ന ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കുന്ന പുഷാണ്. ഏതൊരു ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിലും, ഇപ്പോൾ സെൻസേഴ്സ് ആണെങ്കിലും മോട്ടോഴ്സ് ആണെങ്കിലും അതിൻ്റേതായ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു പുഷ് കൊടുത്താൽ മാത്രമേ അതിൻ്റെ കറണ്ടിന് ഈ കമ്പോണൻറ്റ് ക്രോസ് ചെയ്ത് ആ കമ്പോണൻറ്റിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു റോബോട്ട് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കമ്പോണൻ്റ് അല്ല, ഒരുപാട് കമ്പോണൻസ് വരും. സോ നമ്മൾ ഇൻ എഫക്റ്റ് നോക്കേണ്ടത് ഈ കമ്പോണൻസ് എല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, പാരലായിട്ടാണോ സീരീസ് ആയിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത്, അതിന് എത്രയൊക്കെ വോൾട്ടേജ് ആവശ്യമുണ്ട്, അതിൻ്റെ എഫക്റ്റീവ് വോൾട്ടേജ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ബാറ്ററി വാങ്ങാൻ നേരത്ത് അതിൻ്റെ വോൾട്ടേജ് വാല്യൂ നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഉള്ളത് കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി ഒരു ഫ്യൂവൽ ടാങ്കായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ സൈസാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ബാറ്ററി ഇന്ന റേറ്റിൽ കറണ്ട് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര നേരം ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് MAH പറയുന്നത്. പിന്നെ നമുക്കറിയാമെന്നുള്ളതുപോലെ തന്നെ കറണ്ട്. ഓരോ ഡിവൈസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ കറണ്ട് റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. സോ ആ കറണ്ട് നമ്മുടെ ബാറ്ററിക്ക് ഓവർ ഹീറ്റ് ആവാതെ നോർമലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുവരുത്തണം. ഈ ഒരു റോബോട്ട് എന്ന് പറയുന്നത് ഒരൊറ്റ കമ്പോണൻറ്റില്ല, അതിനകത്ത് ഒരുപാട് കമ്പോണൻസ് വരും. സെൻസേഴ്സ് വരും, മൈക്രോ കൺട്രോളേഴ്സ് വരും, മോട്ടോഴ്സ് വരും, ഇങ്ങനെ പല കമ്പോണൻസ് വരും. സോ ഒരു പവർ സോഴ്സിന് ഇത്രയും ഡിവൈസുകൾക്ക് പവർ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ സർക്യൂട്ട് നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ആ ഒരു റോബോട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നില്ല. സോ നിങ്ങൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റോബോട്ടിക്സ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സർക്യൂട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു എലമെൻറ്റിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ സ്പോൺസറായ Altium PCB ഡിസൈനർ. നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഹോബി പ്രോജക്ട്സുകൾക്കാണെങ്കിലും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ലെവൽ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും സർക്യൂട്ട് വരയ്ക്കാനും PCB ഡിസൈനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസർ ഫ്രണ്ട്ലി ടൂളാണ് Altium PCB ഡിസൈനർ. ഈ Altium സബ്സ്ക്രിപ്ഷനോട് കൂടി തന്നെ Altium 365 എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും കൊളാബറേറ്റേഴ്സുമായിട്ട് റിയൽ ടൈമിൽ കൊളാബറേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റോബോട്ടിക്സ് ഫീൽഡ് സീരിയസ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ താല്പര്യമുണ്ട്, ഒരുപാട് പ്രോജക്ട്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
പിന്നെ നമുക്ക് പല ടൈപ്പ് ബാറ്ററീസ് അവൈലബിൾ ആണല്ലേ. നമ്മൾ സാധാരണ കാണാറുള്ള ബാറ്ററീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൽക്കലൈൻ ബാറ്ററീസ് നമുക്ക് സാധാരണ എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. കൊച്ചു കൊച്ചു പ്രോജക്റ്റുകൾക്ക് നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് ഈ ആൽക്കലൈൻ ബാറ്ററി എന്ന് പറയുന്നത്. പിന്നെ നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററി. ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് എന്താ പറയുക, ബിഗിനേഴ്സിനും അതുപോലെ കിഡ്സിനൊക്കെ കുറച്ചുകൂടെ സേഫർ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്. ഇത് റീചാർജബിളുമാണ്, അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഉള്ളത് ലിഥിയം അയോൺ ബാറ്ററി. ഇത് നമ്മൾ സാധാരണ ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലൊക്കെ കാണുന്ന ബാറ്ററിയാണ്. ഇത് റീചാർജബിളുമാണ്, അതേസമയം കുറച്ചുകൂടെ പവർഫുള്ളുമാണ്. പിന്നെ ഉള്ളത് ലിഥിയം പോളിമർ ബാറ്ററി. ഇത് അത്യാവശ്യം നല്ല പവർഫുൾ ആണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റുമാണ്. അതേസമയം നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാറ്ററിയും കൂടെയാണ് ഈ ലിഥിയം പോളിമർ ബാറ്ററി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ബാറ്ററിയെ പറ്റി അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന റോബോട്ട് ചെറിയ റോബോട്ടാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് 9 വോൾട്ട് ബാറ്ററി യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കുറച്ചുകൂടെ മീഡിയം സൈസ്, കുറച്ചുകൂടെ പവർ ഹെവി ആയിട്ടുള്ള ഒരു റോബോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് AA അല്ലെങ്കിൽ AAAയുടെ ബാറ്ററി പാക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കുറേ കൂടെ പവർ ആവശ്യമുള്ള റോബോട്ടാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലിഥിയം അയോൺ അല്ലെങ്കിൽ ലിഥിയം പോളിമർ ബാറ്ററി യൂസ് ചെയ്യാം. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റോബോട്ട് റെഡിയാണ്, നിങ്ങളൊരു ബാറ്ററി വാങ്ങിച്ചു. ഇനി ആ റോബോട്ടിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊളാരിറ്റി. എല്ലാ ബാറ്ററിക്കും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും, ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ടാവും. പിന്നെ റോബോട്ടിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ബാറ്ററി ഹോൾഡർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബാറ്ററിയുടെ ടെർമിനൽസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പർ കണക്ടർ യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ ജസ്റ്റ് സെല്ലോ ടേപ്പോ അതുപോലെ തന്നെ ഇൻസുലേഷൻ ടേപ്പോ വെച്ചിട്ട് വെറുതെ റോബോട്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ വയേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അതൊരു പ്രോപ്പറായിട്ടുള്ള രീതിയല്ല, അതധികം ലാസ്റ്റ് ചെയ്യത്തുമില്ല, അതുപോലെ തന്നെ അത്ര സേഫ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും അല്ല. ഇനി നിങ്ങളുടെ റോബോട്ട് അത്യാവശ്യം പവർ ഹംഗ്രി ആയിട്ടുള്ള, അത്യാവശ്യം വോൾട്ടേജ്, അത്യാവശ്യം കറണ്ട് എടുക്കുന്ന ഒരു റോബോട്ടാണെന്ന് വെച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ റോബോട്ടിൻ്റെ സർക്യൂട്ടിനകത്ത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെ വരുന്ന സിനാരിയോസ് നിങ്ങൾക്ക് പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്യൂസ് യൂസ് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ പവർ സോഴ്സിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പൈക്ക് വരികയാണെങ്കിൽ ആ ഒരു റോബോട്ടിൻ്റെ സർക്യൂട്ടിനെ ഫ്യൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഫ്യൂസ് അടിച്ചു പോകും, നമ്മൾ ജസ്റ്റ് ഫ്യൂസ് പിന്നീട് മാറ്റിയാൽ മാത്രം മതിയാവും, സർക്യൂട്ട് സേഫ് ആയിരിക്കും. ഇനി നിങ്ങളുടെ റോബോട്ട് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റോബോട്ടിനെ ഓൺ ഓഫ് ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. നമ്മളെപ്പോഴും ബാറ്ററി വലിച്ചു ഊരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്വിച്ച് ടോഗിൾ ചെയ്താൽ മാത്രം മതിയാവും. അത് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റീചാർജബിൾ ബാറ്ററീസ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ചാർജേഴ്സ് യൂസ് ചെയ്യുക. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും കറക്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്ററി ചാർജേഴ്സ് യൂസ് ചെയ്യുക. സോ നമ്മൾ റോബോട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും പവർ സോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.